ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 22-ാം തീയതിയിലെ, അതായത് ഏപ്രിൽ 22-ാം തീയതിയിലെ നമ്മുടെ ഒരു മാർക്കറ്റ് ആന്റിസിപ്പേഷൻ ആണ്. ഇന്ന് മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാനുള്ള ഹയർ പ്രോബബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു മന്ത്ലി ടൈം ഫ്രെയിം ആണ്. മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂറോ USD നിൽക്കുന്നത് ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു മേജർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് റിയാക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് വൺ വീക്ക് ടൈം ഫ്രെയിമിലോട്ട് പോവാം. 1 വീക്ക് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു എന്തുണ്ട്, ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. അഗൈൻ മാർക്കറ്റ് ആ ഒരു റേഞ്ചിലോട്ട് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇനി ഒരു 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് വരികയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡ്യൂസ്മെന്റ് കാണാനായിട്ട് പറ്റും മാർക്കറ്റിൽ. ഈ ഒരു ഇൻഡ്യൂസ്മെന്റിന് ശേഷമുള്ള ഓർഡർ ബ്ലോക്ക് സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹൈ സപ്ലൈ സോൺ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഡൗൺ സൈഡ് വന്നിരിക്കുന്നത്. നമ്മുടെ ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് അഗെയിൻ ഡൗണിലോട്ട് ഏകദേശം ഈ ഒരു സ്വിംഗ് ഉണ്ടല്ലോ, ഈ ഒരു സ്വിംഗിന്റെ 50% മാർക്കറ്റ് വരാനുള്ള ഹയർ ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഇതാണ് അതിന്റെ 50% വരുന്നത്. ഏകദേശം ഇതുവരെയുള്ള ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതുവരെ വരാനുള്ള ഒരു പോസിബിലിറ്റി ആണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. കറന്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫാൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിലോട്ട് പോവാം. 4 hour ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചോളം എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ലാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻഡിസിഷൻ ആണ്. സോ മാർക്കറ്റിന്റെ ഒരു വോൾട്ടാലിറ്റി കാരണം ഏറ്റവും ലോ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഇൻഡിസിഷൻ ആണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഇതാണ് ഇൻഡ്യൂസ്മെന്റ് വരിക. സോ നമ്മൾ അപ്പർ സൈഡിലോട്ട് എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് മോസ്റ്റ് പ്രോബബലി മാർക്കറ്റ് ഇതുവരെ ഇവിടെ വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് എന്തുള്ളത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള എന്തുണ്ട്, ഇവിടെ ഒരു 50% കൂടി ഉണ്ട്. സോ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആവാനുള്ള പോസിബിലിറ്റി ഹയർ ആണ്. കാരണം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 50% കൂടി വാലിഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ 50% എടുക്കാനുള്ള പോസിബിലിറ്റി അധികമായത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പൊ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് ഓൾറെഡി 50%ലോട്ടോ അല്ലെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിലോട്ടോ വരണം. സോ നമുക്ക് സേഫർ ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് റേഞ്ചിലോട്ട് വരണം തന്നെ വെക്കാം. ഒരു 1 hour സെക്ഷൻ എടുക്കാം, 1 hour ടൈം ഫ്രെയിം എടുക്കാം. 1 hour ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ എന്ത് കാണാനായിട്ട് പറ്റും, ഈ ഒരു ഏരിയയിൽ മുഴുവൻ ഹയർ വിക്സ് ഉള്ള അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവർ ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഏതെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്സ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറന്റ് നമുക്ക് എല്ലാ ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്സും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു തരത്തിലുള്ള ലിക്വിഡിറ്റി ആണ്. നമുക്ക് ഇവിടെ നിന്നും ഒരു ഡൗൺ സൈഡ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗിന്റെ 50% എന്ന് ഇതാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ 50% ഒരുപാട് എന്താ പറയാ ഹയർ മിക്സ് ക്യാൻഡിൽസ് ആണ്. സോ ഒരു കറന്റ് ഒരു ഇൻഡിസിഷൻസി ആണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ച് വന്നു കഴിഞ്ഞാല് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഡൗണിലോട്ട് ഫാൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഫാൾ ഒരിക്കലും സ്പീഡ് ആയിട്ടുള്ള ഒരു ഫാൾ ആയിരിക്കില്ല. സ്ലോലി ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്തിട്ടായിരിക്കും പോവാന്നുള്ളതാണ് എനിക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ കറന്റ് നമുക്ക് ഏകദേശം ആ 50%നോട് ഇക്വലന്റ് ആയിട്ട് വരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് 50 മിനിറ്റ്സിലെ ഈ ഡിമാൻഡ് ആണ്. 50 മിനിറ്റ്സിനകത്തുള്ള ഈ ഡിമാൻഡ്. സോ ഞാൻ നോക്കുന്നത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, 50 മിനിറ്റ്സ് ക്യാൻഡില് ഇതിനെ സ്വീപ്പ് ചെയ്തിട്ട് ഇതൊരു അൺമിറ്റിഗേറ്റഡ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് അൺമിറ്റിഗേറ്റഡ് ആണല്ലോ. ഓക്കെ, ഇതൊരു മിറ്റിഗേറ്റഡ് പ്ലസ് അൺമിറ്റിഗേറ്റഡ് ക്യാൻഡിൽ ആണ്.
നമുക്ക് എന്താണെങ്കിലും അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് സെറ്റപ്പ് അല്ല. എന്നാൽ കൂടി ഇതിന്റെ മേലെ എന്താണ് ലിക്വിഡിറ്റി എടുത്ത് ഇവിടെ നിന്നൊരു എൻട്രി പ്ലേസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ആണ് എനിക്ക് തോന്നുന്നത്. വൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ റേഞ്ച് വരെ എന്ത് ചെയ്യാം, എയിം ചെയ്യാൻ പറ്റും. ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. വി വിൽ വെയിറ്റ് ആൻഡ് സീ ഹൗ ടു മാർക്കറ്റ് പ്ലേയിങ്. ഓക്കെ, ഇത് 50 മിനിറ്റ്സിലാണ്. 5 മിനിറ്റ്സിലാണെങ്കിൽ അപ്സൈഡിലോട്ടുള്ള പോകാനുള്ള പോസിബിലിറ്റീസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതായത് മാർക്കറ്റ് നമ്മൾ അപ്സൈഡിലോട്ടാണ് അല്ലെങ്കിൽ ഇതുവരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കറക്റ്റ്ലി പോകാനുള്ള എന്തെങ്കിലുമൊക്കെ മാർക്കറ്റ് ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. ഇപ്പൊ കറന്റ് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്, മൂവ് ചെയ്യുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ഏരിയാസ് ഒന്നുമില്ല. ഇതാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ളൊരു ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. ഓർഡർ ബ്ലോക്സ് കളക്ട് ചെയ്യാനാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഓർഡർ ബ്ലോക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് അപ് സൈഡിലോട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ BOS വെക്കുമോ എന്നുള്ളത്. വൺസ് ഇവിടെ BOS വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചർ കിട്ടും. കാരണം ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ പോവുകയാണെങ്കിൽ അതിന് മുന്നേ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് വെച്ചിട്ട് ഈ രീതിയിലുള്ള കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനത് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലൊരു മോഡൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ, ഓർഡർ ബ്ലോക്ക് മിക്സ് ചെയ്ത് ഇവിടെ വന്ന് BOS വെക്കുകയാണെങ്കിൽ അതിന് ഇൻഡ്യൂസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് എടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അപ് സൈഡിലോട്ട് പോകാൻ സാധ്യത. മോസ്റ്റ് പ്രോബബിലി ഈ 50% മേലെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് റേഞ്ചെന്നോ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ഡൗൺ സൈഡ് ഫാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ട്രേഡ് എടുക്കും. ഇതാണ് നമ്മുടെ ഒരു മാർക്കറ്റിന്റെ വ്യൂ ഉള്ളത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിനോടൊപ്പം DXY ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. DXYയും ഇതും കോറിലേറ്റഡ് ആണെന്ന് അറിയാലോ. സോ DXYയിൽ എക്സാക്ട് സെയിം ചാർട്ട് തന്നെയാണ്, തലയിൽ വെച്ചാൽ മതി. DXYനെ പറ്റി എനിക്കും വലിയ രീതിയിൽ മനസ്സിലൊന്നും ആവുന്നില്ല. ഇങ്ങനെ നോക്കാം. നമുക്ക് യൂറോയിലെ നമ്മളുടെ ഇപ്പോഴത്തെ വ്യൂ വെച്ചിട്ട് തന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എക്സിക്യൂഷൻസ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഈ 2 വീഡിയോസും ഞാൻ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.